നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജീവനക്കാരെ സന്തോഷിപ്പിക്കാനായി 2 നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ആലോചനയുമായി സർക്കാർ. പെൻഷൻ പ്രായം 56-ൽ നിന്ന് 60 ആക്കുക, ആഴ്ചയിലെ പ്രവൃത്തി ദിവസങ്ങൾ 6-ൽ നിന്ന് 5 ആക്കി കുറയ്ക്കുക എന്നീ തീരുമാനങ്ങളാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് നീക്കങ്ങൾ നടത്തുന്നത്. നയപരമായ തീരുമാനങ്ങളായതിനാൽ LDF-ലും CPM-ലും ചർച്ച വേണ്ടിവരും. മറ്റെല്ലാ വിഷയങ്ങളിലും ഭീമമായ അധിക ചെലവുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ അതിവേഗം തീരുമാനമെടുത്തെങ്കിലും ഈ 2 വിഷയങ്ങളും ജനങ്ങളുടെ എതിർപ്പ് തെരഞ്ഞെടുപ്പിൽ വിളിച്ചു വരുത്തുമോ എന്ന ആശങ്ക കാരണമാണ് ചർച്ച നീളുന്നത്. ആറ്റുകാൽ പൊങ്കാല ദിനത്തിലെ തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് നടി മല്ലിക സുകുമാരൻ. പറഞ്ഞ പോലെ എല്ലാം പൂർത്തിയാക്കിയെന്ന മേയറുടെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു മല്ലികയുടെ അഭിനന്ദനം. സഹപ്രവർത്തകർ മാതൃകയാക്കേണ്ട ഭരണാധികാരിയാണ് രാജേഷ് എന്നും സാധാരണക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് ഇതുപോലുള്ള സൽപ്രവൃത്തികളാണെന്നും മല്ലിക സുകുമാരൻ കുറിച്ചു. കൈക്കൂലി കേസിൽ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ശാരീരികാസ്വാസ്ഥ്യമുണ്ടെന്ന് കാട്ടി ദിവസങ്ങളായി ആശുപത്രിയിൽ സുഖവാസം നടത്തിവന്ന എറണാകുളം മുൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ചോറ്റാനിക്കര ഹരിശ്രീയിൽ B രാമചന്ദ്രനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കഴിഞ്ഞ 27-ന് ശിക്ഷ വിധിച്ചതോടെ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ADM-നെ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് മരിച്ച പ്രഥമ അധ്യാപകന് ഹയർ സെക്കൻഡറി പരീക്ഷാ ജോലി. ജനുവരി 19-ന് അന്തരിച്ച പാലത്തായി UP സ്കൂൾ പ്രഥമ അധ്യാപകൻ പാറോൾ സായി സദനത്തിൽ P ബിജോയ്ക്കാണ് വ്യാഴാഴ്ച പരീക്ഷാ ജോലി നൽകി വകുപ്പ് ഉത്തരവിറക്കിയത്. പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് പട്ടികയിൽ 85-മനായി ബിജോയിയെ നിയോഗിച്ചിരിക്കുന്നത്. AEO DEO തലങ്ങളിൽ ക്രോഡീകരിച്ചാണ് പരീക്ഷാ ജോലിക്ക് നിയോഗിക്കപ്പെടേണ്ട അധ്യാപകരുടെ പട്ടിക ലഭിക്കുന്നതെന്നും അത്തരത്തിൽ തയ്യാറാക്കുമ്പോഴുണ്ടായ വീഴ്ചയായിരിക്കാം കാരണമെന്നും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ RDD AK വിനോദ് പറഞ്ഞു. എന്നാൽ സ്കൂൾ ചുമതലയുള്ള പ്രഥമാധ്യാപകരെ ഇത്തരം പരീക്ഷാ ജോലികൾക്ക് നിയോഗിക്കാറില്ലെന്നും കൈറ്റിന്റെ സെൻട്രൽ അധ്യാപകരുടെ പട്ടിക എടുത്ത് ജോലിക്ക് നിയോഗിച്ചതിനാലാണ് ഇത്തരം വീഴ്ച സംഭവിച്ചതെന്നും അധ്യാപക സംഘടനാ ഭാരവാഹികൾ ആരോപിക്കുന്നു. സ്പോൺസർഷിപ്പ് തുകയിൽ ഒതുങ്ങേണ്ട ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ഫണ്ടിൽ നിന്ന് തുടക്കത്തിൽ 5 കോടി ദേവസ്വം ബോർഡ് ചെലവാക്കിയതും കൃത്യമായ ബില്ലുകളില്ലാത്തതും ഗൗരവമേറിയ വിഷയമാണെന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൃത്യമായ വിശദീകരണം നൽകണമെന്നും ബോർഡിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്കയിൽ വീണ്ടും കടുത്ത അതൃപ്തി അറിയിച്ചും കൊണ്ടാണ് പരാമർശിച്ചത്. ചാർട്ടേഡ് അക്കൗണ്ടിംഗ് സ്ഥാപനമായ വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കവെയാണ് ജസ്റ്റിസ് V രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് കണക്കിലെ പൊരുത്തക്കേടുകൾ എണ്ണിപ്പറഞ്ഞത്. 10 വർഷമായി ബോർഡിന്റെ ഓഡിറ്റിംഗ് നടത്തുന്ന ഈ സ്ഥാപനത്തോട് സാമ്പത്തിക മാനേജ്മെന്റ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. വിഷയം ഏപ്രിൽ 1-ന് വീണ്ടും പരിഗണിക്കും. അങ്കമാലിയിൽ വാഹനമിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാത്തതിനാൽ പോലീസിനെതിരെ കടുത്ത വിമർശനവുമായി കുടുംബം. ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അപകടം സംഭവിച്ച് 6 ദിവസമായിട്ടും പ്രതിയെ പിടിച്ചിട്ടില്ല. പ്രതി വലിയവൻ ആയതിനാലാണോ പിടികൂടാത്തതെന്നും സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾക്ക് വിലയില്ലേ എന്നും ജസ്ജയുടെ അമ്മ ലീമ ചോദിച്ചു. പ്രതി ഡോക്ടറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ കോഴിക്കോട്ടെ മാർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകി സംസ്ഥാന സർക്കാർ. കാന്തപുരം AP അബൂബക്കർ മുസല്യാരെ കൂടെ നിർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് നീക്കം. വ്യാഴാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജാണിത്. കോഴിക്കോട് മാർക്കസ് നോളജ് സിറ്റിയിലാണ് യുനാനി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. DYFI സമ്മേളനത്തിൽ വാഗ്വാദവും ഇറങ്ങിപ്പോക്കും. കിളിമാനൂർ ബ്ലോക്ക് സമ്മേളനത്തിലാണ് സംഘർഷം. ഭാരവാഹികളെ ഏകപക്ഷീയമായി നിശ്ചയിച്ചെന്നാരോപിച്ച് ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധമുയർത്തി. പ്രതിഷേധത്തെ തുടർന്ന് ഒരു വിഭാഗം ഇറങ്ങിപ്പോക്ക് കൂടി നടത്തിയതോടെ സമ്മേളനം അലങ്കോലമായി. ബ്ലോക്ക് പ്രസിഡന്റായി അനൂപിനെയും സെക്രട്ടറി റിയാസിനെയും ട്രഷററായി അനിൽ P നായരെയും തീരുമാനിച്ചതോടെയാണ് പ്രശ്നമുണ്ടായത്. കടുത്ത അവഗണനയിലും അവഹേളനത്തിലും മനന്നുനൊന്ത് CPM അംഗത്വം പുതുക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ച മുൻ മന്ത്രി G സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായി ജനവിധി തേടിയേക്കും. UDF-ന്റെയോ BJP-യുടെയോ പിന്തുണയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വ്യക്തി എന്ന നിലയിൽ മത്സരിക്കും. ആർക്ക് വേണമെങ്കിലും പിന്തുണയ്ക്കാം. പാർട്ടി വിരുദ്ധനാവില്ല എന്നതാണ് നിലപാട്. 2ാം പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ രാഹുലിന് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം. രാഹുൽ വാട്സാപ്പ് കോൾ ചെയ്തെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ഹർജി. ഇത് ജാമ്യവ്യവസ്ഥയുടെ ലംഘനമാണെന്നാണ് പരാതി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി കേരളത്തിൽ. കൊല്ലം ആശ്രാമ മൈതാനത്ത് നടക്കുന്ന ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി മഹാസംഗമ ശതാബ്ദി ആഘോഷം രാവിലെ 11-ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 1-ന്
കുട്ടിക്കാനം മരിയൻ കോളേജ് വിദ്യാർത്ഥികളുമായി സംവാദം നടക്കും. നാളെ രാവിലെ 10-ന് തിരുവനന്തപുരം IT പ്രൊഫഷണലുകളുമായി കൂടിക്കാഴ്ച നടത്തും. ടെക്നോ പാർക്കിലെ ട്രാവൻകൂർ ഹാളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ 80 IT പ്രൊഫഷണലുകൾക്ക് പുറമെ സ്റ്റാർട്ടപ്പ് പ്രതിനിധികൾ, വിവിധ കമ്പനികളിലെ CEOമാർ എന്നിവർ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം വൈകിട്ട് 5-ന് പുത്തരിക്കണ്ടത്ത് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണച്ചരക്കുകൾ ഇന്ത്യക്ക് വിൽക്കാൻ അമേരിക്ക താൽക്കാലിക ഇളവ് നൽകിയതായി 2 മുതിർന്ന US ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. റഷ്യയുടെ ഊർജ്ജ മേഖലയ്ക്ക് മേലുള്ള ഉപരോധങ്ങളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും കയറ്റുമതി തുടരാൻ അനുവദിക്കുന്നതിനായി വാഷിംഗ്ടൺ 30 ദിവസത്തെ ഇളവ് അംഗീകരിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആഗോള വിപണിയിലേക്ക് എണ്ണയുടെ ഒഴുക്ക് നിലനിർത്തുന്നതിനായി ഇന്ത്യൻ റിഫൈനർമാർക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ അനുവദിക്കുന്നതിന് US 30 ദിവസത്തെ ഇളവ് നൽകുന്നുവെന്ന് അമേരിക്ക വ്യക്തമാക്കി. ചരക്കുകൾക്ക് മാത്രമേ താൽക്കാലിക ഇളവ് ബാധകമാകൂ എന്നും മോസ്കോയ്ക്ക് സാമ്പത്തികമായി കാര്യമായ നേട്ടമുണ്ടാകില്ലെന്നും വ്യക്തമാക്കി. അസമിലെ കർബി ആംഗ്ലോങ് ജില്ലയിൽ പതിവ് പരിശീലന ദൗത്യത്തിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് Su-30 MK-I യുദ്ധവിമാനം തകർന്നു വീണു. വ്യാഴാഴ്ച വൈകുന്നേരം ജോർഹട്ടിൽ നിന്ന് പറന്നുയർന്ന ഉടൻ വിമാനവുമായുള്ള റഡാർ ബന്ധം നഷ്ടപ്പെട്ടു. ജോർഹട്ട് വ്യോമത്താവളത്തിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള കർബി ആംഗ്ലോങ്ങിലെ ഒരു കുന്നിൻ പ്രദേശത്താണ് വിമാനം തകർന്നു വീണത്. തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനത്തിന്റെ അവശിഷ്ടം കണ്ടെത്തി. പൂർണ്ണമായി കത്തി നശിച്ച നിലയിലാണ് വിമാനഭാഗം കണ്ടെത്തിയത്. വിമാനത്തിന്റെ പൈലറ്റിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണെന്ന് വ്യോമസേന പറഞ്ഞു. റമദാൻ നോമ്പ് കാലയളവിൽ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം മുസ്ലിം ഡ്രൈവർമാരെയും യാത്രക്കാരെയും നിസ്കരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി ബോംബെ ഹൈക്കോടതി. വിമാനത്താവളത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞു. കോടതിക്ക് സുരക്ഷ മാത്രമേ കണക്കിലെടുക്കാൻ കഴിയൂ എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. റംസാൻ നോമ്പ് ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണെങ്കിലും സുരക്ഷാ ആശങ്കകൾ കൂടുതലുള്ള വിമാനത്താവള പരിസരത്ത് വിശുദ്ധ മാസത്തിൽ എവിടെയും നിസ്കരിക്കാൻ മതപരമായ അവകാശമുണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയില്ലെന്ന് ജസ്റ്റിസുമാരായ BP കൊളബവല്ല, ഫിർദോഷ് പൂനിവല എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. വിവാഹേതര ബന്ധങ്ങൾ ആരോപിച്ച് വിവാഹമോചന വിവാദത്തിൽ കുടുങ്ങിയ തമിഴക വെട്രിക്കഴകം മേധാവി വിജയും നടി തൃഷയും വിവാഹ ചടങ്ങിൽ ഒരുമിച്ച് പങ്കെടുത്തു. വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം ചെങ്കൽപ്പെട്ട് കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയതിനു ശേഷം ഇതാദ്യമായാണ് തൃഷയും വിജയും ഒരു വേദിയിൽ ഒരുമിച്ച് എത്തുന്നത്. കൽപ്പാത്തി സുരേഷിന്റെയും മീനാക്ഷിയുടെയും മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് ഇവർ ഒരുമിച്ചെത്തിയത്. ഇരുവരും ഒരേ കാറിലാണ് എത്തിയത്. സംഗീത വിവാഹമോചനത്തിന് അപേക്ഷ നൽകുകയും വിജയ് ഒരു നടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൃഷയ്ക്ക് വൻ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ഇരുവരും പലപ്പോഴും ഒരുമിച്ച് വിദേശയാത്രകൾ നടത്തിയിരുന്നതായും സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ചുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിരുന്നതായും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ ലോകകപ്പ് ഫൈനലിൽ. T20 ലോകകപ്പ് സെമി ഫൈനലിൽ സഞ്ജു സാംസന്റെ 89 റൺസിന്റെ മിന്നും പ്രകടനമാണ് ഇന്ത്യയെ 253 റൺസിൽ എത്തിച്ചത്. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ നേരിടാൻ ഇന്ത്യ അഹമ്മദാബാദിലേക്ക് പോകും. തെലങ്കാനയിലെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വകാര്യ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ വാഷ്റൂമിൽ പ്രസവിച്ചു. വയറുവേദനയെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ പെൺകുട്ടിയെ അമ്മ ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ സ്കാൻ ചെയ്യാൻ നിർദ്ദേശം നൽകിയതിനാൽ പെൺകുട്ടിയെ ഉടൻ തന്നെ സ്കാനിംഗ് സെന്ററിലേക്ക് മാറ്റി. തങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കുമ്പോൾ ഇവർ വാഷ്റൂമിലേക്ക് ഓടി പെട്ടെന്ന് പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രസവിക്കുകയും ചെയ്തു. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തെ തുടർന്ന് വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ കാരണം 5 ദിവസത്തേക്ക് കൊൽക്കത്തയിൽ കുടുങ്ങിയ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിന് നാട്ടിലേക്ക് മടങ്ങാൻ ചാർട്ടർ വിമാനം ക്രമീകരിച്ചു. ഞായറാഴ്ച കൊൽക്കത്തയിൽ നടന്ന സൂപ്പർ 8-ൽ ഇന്ത്യയോട് തോറ്റ T20 ലോകകപ്പിൽ നിന്ന് പുറത്തായ വെസ്റ്റ് ഇൻഡീസ് ഗൾഫ് മേഖലയിലൂടെയുള്ള വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതിനാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാന് ഗണ്യമായ എണ്ണ വിതരണം നടക്കുന്ന ഹോർമസ് കടലിടുക്ക് അടച്ചു. ഇന്ധനം ലാഭിക്കുന്നതിനായി ഷഹബാസ് ഷെരീഫ് സർക്കാർ ചെലവ് ചുരുക്കൽ തന്ത്രങ്ങളിലേക്ക് തിരിയാൻ നിർബന്ധിതരായി. ഇന്ധനം ലാഭിക്കുന്നതിനായി ഷഹബാസ് ഷെരീഫ് സർക്കാർ ചെലവ് ചുരുക്കൽ തന്ത്രങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനായി റോഡിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പോലുള്ള കോവിഡ് കാലഘട്ടത്തിലെ നടപടികളിലേക്ക് പാകിസ്ഥാൻ തിരിഞ്ഞു. കൂടാതെ ഒരു ദിവസം മുമ്പ് പണമില്ലാത്ത അതേ പാകിസ്ഥാൻ ഇറാനെതിരെ കർശനമായി സംസാരിക്കുകയും ചെയ്തു. ഇറാനുമായുള്ള യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ചൊവ്വാഴ്ച രാത്രി അമേരിക്കൻ സൈന്യം ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു. ഡൂംസ്ഡേ മിസൈൽ എന്നറിയപ്പെടുന്ന LGM-30G മിനിറ്റ്മാൻ 3 ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM കാലിഫോർണിയയിലെ സാന്താ ബാർബറയ്ക്ക് അടുത്തുള്ള വാൻഡർബർഗ് സ്പേസ് ബേസിൽ നിന്നാണ് പരീക്ഷിച്ചത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെതിരെ US-ഉം ഇസ്രായേലും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ പരീക്ഷണം.
എന്നിരുന്നാലും ലോക സംഭവങ്ങൾക്ക് അനുസൃതമായിട്ടല്ല ഇത് ചെയ്തതെന്നും വർഷങ്ങൾക്ക് മുമ്പ് ഷെഡ്യൂൾ ചെയ്തതാണെന്നും US വ്യോമസേന അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.